നമസ്കാരം, ട്രാവൽ വിത്ത് ഫ്രണ്ട്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് കാനഡയിലെ ബാൻഫിലാണ്. ബാൻഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് വീഡിയോസ് കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ബാൻഫ് നാഷണൽ പാർക്ക് എന്ന് പറഞ്ഞാൽ ഒരുപാട് കാഴ്ചകളുള്ള ഒരു സ്ഥലമാണ്. ഈ ലോകത്തുള്ള ഏതൊരു ടൂറിസ്റ്റും വരാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. ഇപ്പോൾ ഇവിടെ നല്ല വിൻ്ററാണ്. അപ്പോൾ വെളിയിൽ നല്ല തണുപ്പായതുകൊണ്ടാണ് കാറിനുള്ളിൽ നിന്ന് എൻട്രി എടുക്കുന്നത്. അപ്പോൾ ഇവിടെ ജോൺസ്റ്റൺ കാനിയോൺ വളരെ മനോഹരമായൊരു സ്ഥലമുണ്ട്. ആ കാനിയോണിലേക്ക് നമ്മൾ പോവുകയാണ്. ഇതൊരു ഹൈക്കിംഗ് ട്രയൽ കൂടിയാണ്. ഏകദേശം ഒരു ചെറിയ ഹൈക്കിംഗ് ട്രയലാണ്, ഏകദേശം 5 കിലോമീറ്ററേ ഉള്ളൂ. പക്ഷേ ഈ പോകുന്ന വഴിക്ക് 2 വാട്ടർഫോൾസ് ഉണ്ട്. ഒന്ന് ഒരു ലോവർ വാട്ടർഫോൾസും അപ്പർ വാട്ടർഫോൾസും, അതിമനോഹരമായ 2 വാട്ടർഫോൾസാണ്. അപ്പോൾ അതിൻ്റെ കാഴ്ചകൾ കാണാൻ കൂടിയാണ് പോകുന്നത്. അപ്പോൾ എൻ്റെ ഒപ്പം ഇപ്പോൾ ക്യാമറ എടുക്കുന്നത്, വീഡിയോ എടുക്കുന്നത് കേശുകൂട്ടനാണ്. ഞങ്ങൾ രണ്ടും കൂടിയാണ് പോകുന്നത്. പക്ഷേ പ്രശ്നമുണ്ട്, അവിടെ നിന്ന് പോയിട്ട് വന്നവരൊക്കെ പറയുന്നത് ഈ വിൻ്റർ ആയതുകൊണ്ട് പോകുന്ന വഴിക്ക് സ്നോ ഭയങ്കര സ്ലിപ്പറി ആയിട്ട് കിടക്കുകയെന്നാണ് പറഞ്ഞത്. അപ്പം ഇങ്ങോട്ട് കയറി പോകുകയെന്ന് പറഞ്ഞാൽ അത്ര ഈസിയുള്ളൊരു ടാസ്ക് അല്ല എന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷേ നമ്മൾ വിൻ്റർ ബൂട്ട് ജാക്കറ്റ്സ് ഒക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷേ ഈ വിൻ്റർ ബൂട്ട് ഇട്ടുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല, കാരണം തെന്നും. അപ്പോൾ പല ആളുകളും ആ ബൂട്ട്സിൻ്റെ അടിയിൽ സ്പൈക്സ് എക്സ്ട്രാ പിടിപ്പിക്കും. നമ്മുടെ ഈ സ്പൈക്സില്ല. അപ്പോൾ എത്രത്തോളം കയറി പോകാൻ പറ്റുമെന്ന് അറിയത്തില്ല. എന്തായാലും ഒരു ശ്രമം നടത്തുകയാണ്. അപ്പോൾ എന്തായാലും പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിവിടെ ജോൺസ്റ്റൺ കാനിയോണിൻ്റെ എൻട്രൻസിൻ്റെ ഭാഗത്താണ്. എൻട്രൻസ് വളരെ ഭംഗിയുള്ള എൻട്രൻസാണ്. ഒരു ആർച്ചാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ എത്രത്തോളം മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് അറിയില്ല, കാരണം നല്ല സ്ലിപ്പറി ആണെന്ന് ഇറങ്ങി വന്നവരൊക്കെ പറഞ്ഞു. നമുക്ക് എന്തായാലും പോയി നോക്കാം. അപ്പോൾ നമ്മൾ ആ എൻട്രൻസ് ഒക്കെ കഴിഞ്ഞിങ്ങോട്ട് വരുമ്പോൾ തന്നെ ഒരു ബ്രിഡ്ജാണ്. ആ ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ ഒരു വലിയ തോടാണ്. ആ തോട് ഈ വാട്ടർഫോൾസിൽ നിന്നുള്ള വെള്ളം വരുന്നത് ഇപ്പം വിൻ്റർ ആയിട്ട് മുഴുവൻ ഫ്രീസായി കിടക്കുകയാണ്. ആ 2 സൈഡിലും ഇങ്ങനെ ഇടതോർന്ന മരങ്ങളാണ്. അതിന് കുറച്ചിങ്ങ് വന്നു കഴിയുമ്പം ജോൺസ്റ്റൺ കാനിയൻസിനുള്ള അപ്പർ ഫോൾസിലേക്കും ലോവർ ഫോൾസിലേക്കുള്ള ഇവിടുന്നുള്ള ഡിസ്റ്റൻസ്, അത് അപ്പർ ഫോൾസിലേക്ക് 1.5 മൈലും ലോവർ ഫോൾസിലേക്ക് 1/2 മൈലും ഡിസ്റ്റൻസാണ് ഇവിടെ നിന്നുള്ളത്. കാനിയോണിന് മുകളിലൂടെ ഇതുപോലെ 2 സൈഡിലും ഫെൻസ് ഇട്ട് ഒരു ചെറിയ നടപ്പാതയാണുള്ളത്. നമുക്ക് അങ്ങോട്ട് പോകാനും തിരിച്ചു വരാനും ഈ ഒറ്റ നടപ്പാത മാത്രമേ ഉള്ളൂ. അപ്പോൾ ചില സമയങ്ങളിൽ ഭയങ്കര ക്യൂ ആയിരിക്കും, തിരക്കുള്ള സമയങ്ങളിൽ. ഭയങ്കര സ്ലിപ്പറി ആട്ടോ. അതുകൊണ്ട് ആളുകളൊക്കെ കയറിപ്പോയവരൊക്കെ തിരിച്ചു വരുവാണ്. അങ്ങോട്ട് പോയിക്കേ, ഭയങ്കര രസമാണ് അവിടെ കാണാൻ. വളരെ ഭംഗിയുള്ളൊരു സ്ഥലമാണ്. കാരണം ആ മരമാണ്, ആ മരത്തിന് മുകളിലൊക്കെ സ്നോ കിടക്കുന്നതാണ് ഇങ്ങനെ വര പോലെ കാണുന്നത്. പിന്നെ അവിടെ കുറച്ച് വെള്ളം ഒഴുകുന്നത് നമുക്ക് കാണാൻ പറ്റും സ്നോവിൻ്റെ അടിയിൽ കൂടെ. ഇതൊരു ഫോറസ്റ്റിനുള്ളിലാണ് ഇത്. പക്ഷെ നമ്മുടെ നാട്ടിലെ പോലെ ഒരു ഇടതൂർന്ന ഫോറസ്റ്റ് ഒന്നുമല്ല. ഇതൊക്കെ ഉണ്ട്, ഇവിടെയൊക്കെ നല്ല തെന്നി കിടക്കുകയാണ്. ആളുകളൊക്കെ വളരെ പണിപ്പെട്ടാണ് കയറി പോകുന്നത്. കാരണം സ്പൈക്സ് ഉള്ള ഷൂ ഉള്ള ഒരു സ്പീഡിൽ പോകുന്നുണ്ട്. ഞാനൊക്കെ ഈ സൈഡിലുള്ള ഫെൻസിൽ പിടിച്ച് പയ്യാണ് കയറുന്നത്. പിന്നെ ഈ കാണുന്ന ഈ മരങ്ങളൊക്കെ ഈ ലോങ് പോൾ പൈ എന്ന് പറഞ്ഞൊരു പൈ ഇനത്തിൽപ്പെട്ട മരമാണ്. ഇതിപ്പം വിൻ്റർ ആണെങ്കിലും ഇത് നശിച്ചു പോയില്ല. അതുകൊണ്ട് വളരെ കുറച്ച് ടൈപ്പ് മരങ്ങളേ ഇവിടെ ഉള്ളൂ. കാരണം വിൻ്ററിലും കൂടെ ഇവിടെ നിലനിന്ന് പോകുന്ന മരങ്ങൾ മാത്രമേ ഇവിടെ കാണാൻ പറ്റുള്ളൂ. മലയിടുക്കിൻ്റെ താഴെ ഇങ്ങനെ വെള്ളം ഒഴുകുന്ന കാണാം. മഞ്ഞുരുകിയിട്ടുണ്ട്. മഞ്ഞുരുകിയുള്ള വെള്ളമാണ് ഒഴുകുന്നത്. അതുപോലെ ഈ കാടിനുള്ളിൽ കുറച്ച് വന്യമൃഗങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കാരണം ഈ വൂൾഫ്, അത് ചെന്നായ് വർഗത്തിൽപ്പെട്ട വന്യമൃഗങ്ങൾ, അതുപോലെ മാൻ വർഗത്തിൽപ്പെട്ടത്, പിന്നെ ഈ സമ്മറായി കഴിഞ്ഞാൽ കരടികളെയൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. ഏകദേശം 1 കിലോമീറ്റർ വന്നു കഴിയുമ്പോൾ ഇവിടുന്ന് താഴത്തേക്ക് ലോ ഫോൾസ് എന്നും പറഞ്ഞു, മുകളിൽ അപ്പർ ഫോൾസ് എന്നും പറഞ്ഞ 2 വാട്ടർഫോൾസ് ഉണ്ട്. പക്ഷേ ഭയങ്കര സ്ലിപ്പറി ആട്ടോ. ഇവിടെ ആളുകൾ സ്പൈക്സ് ഇട്ടിട്ട് തന്നെ ആളുകൾക്ക് പോകാൻ പറ്റുന്നില്ല.
അവിടെയൊക്കെ കുട്ടികളൊക്കെ കയറി പോകുന്നുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് ഒരു രക്ഷയില്ല, ഞങ്ങളുടെ കാലിൽ ബൂട്ട്സാണ്, പക്ഷേ സ്പൈക്സ് ഇല്ലാത്തതുകൊണ്ട് ഇവിടെ സ്ലിപ്പർ. നമ്മൾ ഈ ഫെൻസിൽ ഇങ്ങനെ പിടിച്ചാണ് ഇവിടം വരെ വന്നത്. അപ്പോൾ ഇനി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ തിരിച്ച് കയറാൻ പറ്റില്ല. അങ്ങനെ വളരെ സാഹസികമായിട്ട് ഞങ്ങളും താഴെ ഇറങ്ങി കേട്ടോ. താഴെ വളരെ പണിപ്പെട്ടാണ് താഴെ ഇറങ്ങിയത്. കാരണം മുകളിലത്തെ അത്രയും തിരക്ക് താഴെയില്ല, കാരണം ആളുകൾക്ക് താഴത്തേക്ക് ഇറങ്ങി വരാൻ ബുദ്ധിമുട്ടാണ്. ഈ സ്പൈക്സ് ഉള്ള ബൂട്ട്സ് അല്ലാത്തവർക്ക് ഇറങ്ങി വരാൻ ബുദ്ധിമുട്ടാണ്. അങ്ങ് ദൂരെ കാണാം, അതൊരു വാട്ടർഫോൾ, അത് ലോവർ വാട്ടർഫോളാണ്. ഒരു വെള്ളച്ചാട്ടം, അത് ഫ്രീസായി നിൽക്കുകയാണ്. അതിങ്ങനെ മുകളിൽ നിന്നും വെള്ളം താഴത്തേക്ക് ഒഴുകി വരുന്ന സമയത്ത് ഫ്രീസായി പോയാണ്. പക്ഷെ അതിൻ്റെ അടിയിലൂടെ വെള്ളം ഒഴുകുന്നുണ്ട്, ചെറുതായിട്ട് വെള്ളം ഒഴുകി വരുന്നത് നമുക്ക് കാണാം. ഇതാണ് ലോവർ വാട്ടർഫോൾസ്. ഇവിടുന്ന് അങ്ങ് ദൂരെ കാണാം. ഈ ഇതിലെ അങ്ങ് നടന്നു പോയാൽ അതിലെ ആളുകൾ നടന്നു വന്നിട്ടുണ്ടോ, അത് ആ പാറ, അവിടെ ഒരു കേവാണ്. ആ കേവിന് അപ്പുറം ചെല്ലുവാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ അടുത്ത് വാട്ടർഫോൾസ് കാണാം. അതിൻ്റെ ഒരു വെള്ളം ചാടി വരുന്നതിൻ്റെ ഒരു പകുതിയോടുകൂടി നമുക്ക് കാണാം. നമുക്ക് അവിടെ ഒന്ന് പോയി നോക്കാം കേട്ടോ. ഫ്രീസായി നിൽക്കുകയാണ് വെള്ളച്ചാട്ടം. ഇതിൽ കുറച്ച് ഒരു 10-20 മീറ്റർ മാത്രമുള്ള ഒരു കേവാണ് ഇത്. കേവിൻ്റെ ഇപ്പുറം വന്നു കഴിഞ്ഞാൽ ഇത് നമുക്ക് വാട്ടർഫോൾസ് വെള്ളം ഫ്രീസായി നിൽക്കുകയാണ്, അത് ഐസായിട്ട് നിൽക്കുകയാണ്. ഇവിടെയൊക്കെ ഫെൻസ് വളരെ സുരക്ഷിതമായിട്ട്, സേഫ്റ്റി ഭയങ്കരമായിട്ട് നോക്കിയാണ് ആളുകൾ അങ്ങോട്ട് വീഴാത്ത രീതിയിൽ ഫെൻസൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഇവിടുന്ന് തിരിച്ചു പോവാട്ടോ. ആളുകൾ ഇറങ്ങിപ്പോകുന്നത് വളരെ പഴപ്പെട്ടാണ്, ഭയങ്കര സ്ലിപ്പറി ആട്ടോ ഇവിടെ. അങ്ങനെ നമ്മൾ ജോൺസൺ ക്യാനിയോണിൻ്റെ ഒരു 1 കിലോമീറ്റർ വന്നേ ഉള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ചിറങ്ങാണ്. ഇറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, കാരണം നമുക്ക് സ്ലിപ്പറി കാരണം കയറിപ്പോകത്തെ പറ്റുന്നില്ല. ആളുകൾ സ്പൈക്സ് ഉള്ള ക്ലീറ്റ്സ് ഇട്ട് ആളുകളൊക്കെ കയറി പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. ഇച്ചിരി റിസ്കി ആയിരുന്നു, നമുക്ക് മുഴുവൻ കയറാൻ പറ്റിയില്ല, കാരണം ഭയങ്കര സ്ലിപ്പറി ആയിരുന്നു, ഭയങ്കര ഡേഞ്ചറസ് ആണ്. അതുകൊണ്ട് നമ്മൾ പകുതിയല്ല, ഒരു മുക്കാലോളം പോയി. അല്ല, മുക്കാൽ പോയിട്ടില്ല. അതുകൊണ്ട് നമ്മളൊരു പകുതി താഴെ ദൂരെ പോയുള്ളൂ. നമ്മളവിടെ നിന്ന് തിരിച്ചു പോരുകയാണ് ചെയ്തത്. ഇവിടെയൊക്കെ ഉണ്ട് ഇതിൻ്റെ അകത്തുള്ള മൃഗങ്ങളും അതുപോലെ പക്ഷികൾ, ഫ്ലവേഴ്സ്, ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എല്ലായിടത്തും കറക്റ്റ് ഇൻഫർമേഷൻ ബോർഡുകളുണ്ട്. അതുകൊണ്ട് പിന്നെ നല്ല തിരക്കുമായിരുന്നു രാവിലെ. നല്ലൊരു ഇന്നലെ നോക്കിയപ്പോൾ വെതർ വെച്ച് സ്നോ ഒക്കെ കാണിച്ചെങ്കിൽ പോലും രാവിലെ നല്ല സണ്ണി ആയിരുന്നു, നല്ല ഒരു വെതർ കിട്ടി. അപ്പോൾ ഈ വീഡിയോ സപ്പോർട്ട് ചെയ്യണം. അടുത്ത വീഡിയോ കാണാം. ഗുഡ് ബൈ.